നമസ്കാരം, എല്ലാവർക്കും ഈസി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് സ്വാഗതം. നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനെ പഠിക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് പെർമനൻറ്റ് മാഗ്നറ്റ്, മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പെർമനൻറ്റ് മാഗ്നറ്റ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നോക്കുക, ഫിഗർ നോക്കുക. ഈ ഒരു പേര് പോലെ തന്നെ ഇതിനായിട്ടുള്ള മെയിനായിട്ടുള്ള രണ്ട് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റും അടുത്ത എന്താണ് മൂവിങ് ആയിട്ടുള്ളൊരു കോയിലുമാണ്. പെർമനൻറ്റ് മാഗ്നറ്റ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പെർമനൻറ്റ് മാഗ്നറ്റും മൂവിങ് കോയിലുമാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിൽ നോക്കുമ്പോൾ അറിയാം, പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്, ഡിഫറെൻറ്റ് പോള്, നോർത്ത് ആൻഡ് സൗത്ത്. അതിനിടയിലായിട്ട് നമ്മളൊരു മൂവബിൾ ആയിട്ടുള്ള ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂവബിൾ ആയിട്ടുള്ള കോയിൽ നമ്മുടെ ഒരു സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് കാണാനുണ്ട്. അവിടെ നിന്നൊരു പോയിൻ്റർ കാണാനുണ്ട്. പോയിൻ്റർ സ്കെയിലിലോട്ട് ഷോ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, ഇതിലൊരു ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മുൻപ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് പിന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഇൻഡ്യൂസ് ആൻ EMF ഓർ പ്രൊഡ്യൂസ് എ കറണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു EMF ജനറേറ്റ് ചെയ്ത് അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ അത് തന്നെ സംഭവിക്കും. ആ കോയിൽ എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ ഒരു കറണ്ട് അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇതുതന്നെയാണ് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ എഡ്ഡി കറണ്ട് ഡാമ്പിങ്ങിൻ്റെ മെത്തേഡ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഗ്രാവിറ്റി, സ്പ്രിങ് കൺട്രോളൊക്കെ പഠിച്ചു. അപ്പോൾ ഇത് അവിടെ നോക്കാം, സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ആണ് അവിടെ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു കൺട്രോളിങ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്രിങ് കൺട്രോൾ മെത്തേഡാണ്. പിന്നെ നോക്കുക, ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കണ്ടക്ടർ മൂവ് ആകും. അതായത് മൂവിങ് കോയിൽ ആ മാഗ്നറ്റിൻ്റെ ആ ഒരു കറണ്ട് ജനറേറ്റ് ആവുന്ന സമയത്ത് അതൊന്ന് മൂവ് ആകും. അപ്പോൾ നമ്മൾ ലെൻസ് ലോ പഠിച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിനെ കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ഈ ഒരു മാഗ്നറ്റ് അതിൻ്റെ ഇടയിലിരിക്കുന്ന ആ കോയിലിനുണ്ടാകുന്ന മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ആ ഫീൽഡ് അവിടെ കട്ടാവുമ്പോൾ മാഗ്നറ്റ് എന്ത് ചെയ്യും, ആരാണോ ആ കട്ടാവാൻ കാരണക്കാരനായത് അല്ലെങ്കിൽ എന്താണോ അവിടെ റീസൺ, അതിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ആ മാഗ്നറ്റ് പെട്ടെന്ന് തന്നെ ആ മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യും. പോയിൻ്റർ സ്റ്റേബിളായിട്ട് നിന്ന് നമുക്ക് പെട്ടെന്ന് ആ റീഡിങ് കാണിച്ചു തരും. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ആ ഒരു മാഗ്നറ്റിൻ്റെ ഇടയിലിരിക്കുന്ന മൂവിങ് കോയിലിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റീഡിങ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് DC-യിൽ മാത്രമേ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓൺലി ഫോർ DC മെഷർമെൻറ്റ്സ്. AC-യിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് കാണിച്ച് തരില്ല. ഓക്കെ, ഓൺലി ഫോർ DC മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഡ്വാൻറ്റേജ് ഓഫ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത ലീനിയർ സ്കെയിലാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഹൈ ആക്യുറസി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനും. അതേപോലെ തന്നെ ഇതിനൊരു സെൽഫ് ഷീൽഡിങ് മാഗ്നറ്റാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എയറോസ്പേസ് ആപ്ലിക്കേഷനൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന മീറ്റർ, വോൾട്ട് മീറ്ററൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വേറൊന്നുമല്ല, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി ഫോർ DC മെഷർമെൻ്റ് ആണ്. അതായത് AC പാരാമീറ്റേഴ്സ് അതിൽ മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇനി AC-ലെങ്ങാനും നമ്മൾ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും, ആ ഒരു വേരിയേഷൻ, AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിൻ്റർ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ലെഫ്റ്റ് സൈഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അതൊരു മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ കഴിയും. നമ്മൾ നോക്കുമ്പോൾ പോയിൻ്റർ സ്റ്റേബിളായി സീറോയിൽ തന്നെ നിൽക്കുന്നതായിട്ടൊക്കെ കാണാം. ആ മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതായത് അവിടെ മൂവ്മെൻറ്റ് ഉണ്ട്, നമുക്ക് റീഡിങ് കാണാനായിട്ടോ സാധിക്കില്ല. പോയി വേഗം തന്നെ പോയിൻ്റർ തിരിച്ച് അതിൻ്റെ
ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അതായത് എ സിയിൽ നമുക്ക് ഒട്ടും റീഡിങ് കാണിച്ചു തരില്ല. നമ്മൾ നോക്കുമ്പോൾ പോയിൻ്റർ ഇങ്ങനെ സ്റ്റേബിളായി നിൽക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മളത് വാങ്ങുമ്പോഴുള്ള കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. എന്തിനെ അപേക്ഷിച്ച്? നമ്മളുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, ഗാൽവനോമീറ്റർ, ഓം മീറ്റർ. ഇതൊക്കെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത് മൂവിങ് കോയിൽ ടൈപ്പ് ആയിരിക്കും. ലാബ് യൂസസിന് വരുന്നത്, അതായത് ചെറിയ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടൊക്കെ മെഷർ ചെയ്യുന്നത്. അത് DC മാത്രമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റാണ്. നമുക്കതിനെക്കുറിച്ച് അടുത്തതായിട്ട് പറയാം. അടുത്തത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, അട്രാക്ഷൻ ടൈപ്പ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം അട്രാക്ഷൻ ടൈപ്പ് നോക്കാം. അപ്പോൾ അട്രാക്ഷൻ ടൈപ്പിൻ്റെ ഫിഗർ എല്ലാവരും കാണുന്നുണ്ട്, നോക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം മാഗ്നറ്റ് എന്ന് പറയുന്നതിന് ഒരു ഗുണമുള്ളത്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, പെർമനൻറ്റ് മാഗ്നറ്റ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. അതിന് 2 പാർട്സ്, പെർമനൻറ്റ് മാഗ്നറ്റും മൂവിങ് കോയിലും. ഇവിടെ നോക്കുക, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇതിന് ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്, പെർമനൻ്റായ ഒരു മാഗ്നറ്റ് അല്ല. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലുമേ വയർ വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. നമ്മളെപ്പോഴാണോ സപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്, ആ സമയത്ത് മാത്രം മാഗ്നറ്റിക് ആകുന്ന ഒന്ന്, അതായത് ആ സമയത്ത് മാത്രമേ അതിന് ആ മാഗ്നറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴാണോ ഇലക്ട്രിക്കൽ സപ്ലൈ റിമൂവ് ചെയ്യുന്നത്, അപ്പോൾ അത് വെറും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു PMMC എന്ന് പറയുന്നത് DC മാത്രം മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ACയും DCയും, ബോത്ത് AC ആൻഡ് DC മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അട്രാക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിൻ്റെ, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം, മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിനിടയിലായിട്ട് നമ്മളൊരു മൂവിങ് ആയിട്ടുള്ളൊരു അയൺ പീസ് വെച്ചിട്ടുണ്ട്. ഈ അയൺ പീസ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിനിടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനുമായിട്ടൊരു പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പോയിൻ്റർ സ്കെയിലിലോട്ട് ഷോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു കൺട്രോളിങ് വെയിറ്റ് ഈ ഒരു അയൺ പീസിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്, കൺട്രോൾ വെയിറ്റ് തൂക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡാണ് അവിടെ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു എയർ ചാമ്പർ കാണാം, അതൊരു ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എയർ ചാമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡാമ്പിംഗ് ടോർക്ക് എന്തിനാണ്? ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ. കൺട്രോളിങ് ടോർക്ക് എന്തിനാണ്? ആ പോയിൻ്റർ നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റർ പൊസിഷനിൽ വരാനായിട്ട്. അപ്പോൾ 2 കൺട്രോളിങ് മെത്തേഡ് നമുക്കവിടെ മനസ്സിലായി. ഇനി നോക്കുക, നമ്മുടെ മാഗ്നറ്റിന് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് മെറ്റീരിയലിന് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതൊരു മാഗ്നറ്റായി മാറുകയും ആ ഫീൽഡിലിരിക്കുന്ന ആ ഒരു കോയിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. മൂവ് ചെയ്യുക, അതിലുപരി അത് അതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ആ ഒരു മാഗ്നറ്റിൻ്റെ ആ ഒരു പരിധിയിലോട്ട് നിൽക്കുന്ന ആ ഒരു മൂവിങ് അയൺ പീസ് മാഗ്നറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോയിലിൻ്റെ എന്ന് പറയുന്നത് ഒരു സ്പിൻഡിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു അയൺ പീസ് അട്രാക്റ്റ് ചെയ്യുമെങ്കിലും അതിനായിട്ട് എന്താ പറയുക, അതിനടുത്തോട്ട് പോകാൻ പറ്റില്ല, കാരണം സ്പിൻഡിൽ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പിൻഡിലിന് ഓൾറെഡി ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നു. ആ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ്, അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റർ മൂവായി നമുക്ക് റീഡിങ് കാണിച്ചു തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതിൽ ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അട്രാക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നതിൽ ഒരു മൂവിങ് അയൺ പീസ് ഉണ്ട്, ഒരു സ്പിൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പിൻഡിൽ നമ്മുടെ ഈ മൂവിങ് അയൺ പീസ് ഈ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോയിൻ്റർ മൂവായി നമുക്ക് സ്കെയിലിൽ റീഡിങ് കാണിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് അവിടെ വർക്കിംഗ് നടക്കുന്നത്. അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC AC ക്വാണ്ടിറ്റീസ് ഒക്കെ ഇതിൽ മെഷർ ചെയ്യാനായിട്ട്
സാധിക്കും. അതേപോലെ തന്നെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, റിലയബിളാണ്, റോബസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ വൈഡ് റേഞ്ച് ഫ്രീക്വൻസീസിലൊക്കെ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ? നമ്മുടെ ഹെവി കറൻറ്റ്സ്, അതേപോലെ തന്നെ വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്കണോമിക്കലായിട്ടുള്ള പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനൊന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ളതൊന്നുമല്ല. പിന്നെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു PMMCയിൽ പവർ കൺസപ്ഷൻ കുറവാണെന്ന്, ഇതിൽ കൂടുതലാണ്. അതേപോലെ തന്നെ നോൺ യൂണിഫോം സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പെട്ടെന്ന് അത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റീഡിംഗ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിന് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അട്രാക്ഷൻ എങ്ങനെയാണ്? നോർത്ത് സൗത്ത് പോളുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. നോർത്ത് അതായത് ഒരേ ജാതി പോളുകൾ നോർത്ത് സൗത്ത് തമ്മിൽ റിപ്പൾഷൻ സംഭവിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കുക, ഒരു നോർത്ത് സൗത്ത് പോളിനടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു അയൺ പീസ് വയ്ക്കുകയാണെങ്കിൽ അയൺ പീസ് മാഗ്നറ്റിൻ്റെ പോളുമായിട്ട് അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യും അല്ലേ. നമ്മൾ മാഗ്നറ്റിൻ്റെ അടുത്ത് ഒരു ആണി കൊണ്ട് വെച്ചാൽ അത് മാഗ്നറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യും. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു അയൺ പീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിക്കും. അതായത് സൗത്ത് പോളിനടുത്ത് ഒരു നോർത്ത് പോളും അതർ സൈഡിലൊരു സൗത്ത് പോളും അങ്ങനെ ക്രിയേറ്റ് ആവും. അങ്ങനെ 2 അയൺ പീസ് വയ്ക്കുകയാണെങ്കിൽ 2 അയൺ പീസ് അല്ലെങ്കിൽ എത്ര അയൺ പീസാണോ അതിനെല്ലാം അതേപോലെ നോർത്ത് സൗത്ത് പോൾ ക്രിയേറ്റ് ആയി അത് മാഗ്നറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ റിപ്പൾഷൻ ഫോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാഗ്നറ്റിനടുത്ത് 2 അയൺ പീസ് വയ്ക്കുവാണ്. അപ്പോൾ ഈ അയൺ പീസുകൾക്ക് ഈ മാഗ്നറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സൗത്ത് പോളിനടുത്ത് ഒരു നോർത്ത് പോൾ ക്രിയേറ്റ് ആയി 2 മാഗ്നറ്റും ഈ മാഗ്നറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, ഈ കേസിൽ നമ്മൾ ആ ഒരു അയൺ പീസിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അയൺ പീസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു അയൺ പീസുകൾ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിലോട്ട് ഈ അയൺ പീസ് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഈ അയൺ പീസുകൾ തമ്മിൽ നോക്കുക, നോർത്ത് സൗത്ത് ഒരേ ജാതി പോളുകളാണ്. അതെന്ത് ചെയ്യും? റിപ്പൾഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാഗ്നറ്റ് അവിടെ ഫിക്സ് ആയതുകൊണ്ട് അതിനടുത്തേക്ക് മൂവ് ആകാൻ പറ്റില്ല. പക്ഷേ മൂവബിൾ അയൺ എന്താവും? ആ ഒരു ഫിക്സഡ് അയണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവായി ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് മൂവ് ആകുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൂവബിൾ അയണിൽ ഒരു പോയിൻ്റർ ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും റീഡിങ്ങും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിങ്ങിലും നടക്കുന്നത്. അപ്പോൾ ഫിഗർ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫിഗർ നോക്കുക, ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന പോലെ മാഗ്നറ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫിക്സഡ് അയൺ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു മൂവബിൾ അയൺ വെച്ചിട്ടുണ്ട്. മൂവബിൾ ആയിട്ടുള്ള അയൺമേ നമ്മളൊരു പോയിൻ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പോയിൻ്റർ നമ്മളൊരു സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുക, ഈ ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത്, ഈ പോയിൻ്റർ എന്ന് പറയുന്നത് ഒരു സ്കെയിലിലോട്ട് ഷോ ചെയ്തിട്ടുണ്ട്. അതും കൂടിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു C ഷേപ്പ് അല്ലെങ്കിൽ U ഷേപ്പ് മാഗ്നറ്റാണ്. അതിലൊരു ഫിക്സഡ് അയണും ഒരു മൂവബിൾ അയണും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിക്സഡ് അയൺ അത് ഫിക്സഡ് ആണ്, അതൊരു പൊസിഷനിൽ അങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കും. മൂവബിൾ അയൺ എന്ന് പറയുന്നതും ഫിക്സഡ് അയൺ തമ്മിലുണ്ടാകുന്ന, അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റാണ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആകുന്നു. ഈ 2 മാഗ്നറ്റ് തമ്മിൽ, ഫിക്സഡ് മൂവബിൾ അയണുകൾ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായി ഈ മൂവബിൾ അയൺ ഫിക്സഡ് അയണിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ റിപ്പൾഷൻ ഫോഴ്സിൻ്റെ ഫലമായിട്ട് മൂവ് ചെയ്യുകയും അത് നമ്മൾ കൊടുത്ത ആ ഒരു സപ്ലൈക്ക് പ്രൊപ്പോർഷണലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻ്റർ മൂവായി നമുക്ക് റീഡിങ് കാണിച്ചു തരണം. അവിടെ കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്പ്രിങ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡാമ്പിംഗ് ടോർക്ക് മെത്തേഡ്സും അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇൻസൈഡ് ഇൻസ്ട്രുമെൻറ്റ് ഇതാണ് നടക്കുന്നത്. ആ ഒരു അയൺ പീസുകൾ തമ്മിൽ റിപ്പൾഷൻ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ആ ഒരു പോയിൻ്ററിന് മൂവ്മെൻറ്റ് കിട്ടുകയും ആ മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടിന് പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്.
ഇനി അഡ്വാൻറ്റേജസ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ബോത്ത് AC ആൻഡ് DC മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദീസ് ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ എക്കണോമിക്കലായിട്ടുള്ള പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങിനൊക്കെ സ്യൂട്ടബിളായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന് നമുക്ക് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഡ്രോസ് മോർ പവർ. ഇത്രയാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസിനും അതേപോലെ തന്നെ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൻ്റെയും മേജറായിട്ടുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.